ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ തണൽ പദ്ധതിയുടെ ഭാഗമായി എയ്ഡഡ് സ്കൂളുകൾക്ക് ഫലവൃക്ഷ തൈകൾ കൈമാറി. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ചായിരുന്നു വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ വസീമ വേളേരി നിർവഹിച്ചു. പ്ലാവുണ്ട്, മാവുണ്ട്, അതുപോലെ തന്നെ റംബൂട്ടാനുണ്ട്, ചിക്കുണ്ട്. ഇതൊക്കെ ഹൈബ്രിഡ് തൈകളാണ്. 2 വർഷം കൊണ്ട് കായ്ക്കുന്ന തൈകളാണ് എന്നുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തിട്ടുള്ള പല സ്കൂളുകളിലും ഇന്ന് അത് വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന സ്കൂളുകളിലൊക്കെ വളരെ നല്ല രീതിയിൽ അത് നമ്മൾ ഓരോ പരിപാടിക്കും ചെല്ലുമ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ബ്ലോക്ക് പഞ്ചായത്ത് തന്നിട്ടുള്ള തൈകളാണ് എന്നുള്ളത്. അത് PTA-യും അതുപോലെ തന്നെ അധ്യാപകരും അത് പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്താൽ മാത്രമാണ് അതിന് വേണ്ടുന്ന വളവും ഒക്കെ നൽകിയാൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അതിൽ കായ്ഫലങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പരിസ്ഥിതിക്ക് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവികന്മാർ കനിഞ്ഞു നൽകിയ ഭൂമിയെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും അതിനുശേഷം യാതൊരു കേടും കൂടാതെ അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നുള്ള സാമൂഹ്യ ജീവിയായ മനുഷ്യന്റെ ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്വം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബിറ എടത്തടത്തിൽ സ്വാഗതം പറഞ്ഞു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ PC എന്നൂർ അധ്യക്ഷനായി. അധ്യാപകർ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് കൂടി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള എല്ലാ സ്കൂളുകൾക്കും കൊടുക്കാനുള്ള ഒരു തീരുമാനമെടുത്ത് അതിന് ഫണ്ടും വെച്ച് ഇപ്പോൾ നമ്മളത് ഇവിടെ വിതരണം ചെയ്യാം. ഈ വൃക്ഷത്തൈകളെ പറ്റി ഇപ്പോൾ നമ്മൾ പറയേണ്ടതില്ല. കാരണം നമുക്ക് ഇപ്പോൾ ഓക്സിജൻ കിട്ടേണ്ടത് വൃക്ഷങ്ങളിൽ നിന്നാണ്. മാഷന്മാരോട് ഇപ്പോൾ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്നാലും പറയാണ്. അപ്പോൾ എന്തായാലും അപ്പോൾ നമ്മളപ്പോൾ ഒരു ഫലവൃക്ഷം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മളത് കൊടുക്കുന്നത്. കാരണം നല്ല പഴവർഗ്ഗങ്ങൾ കിട്ടും. അപ്പോൾ കുട്ടികളെ കൊണ്ടും അതുപോലെ തന്നെ അവിടുത്തെ PTA-കരും അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായി അവിടുത്തെ പ്രധാന അധ്യാപകരാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആയിഷ ചിറ്റകത്ത്, OK സുബൈർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KT ആസാദ് അലി, മുഹമ്മദ് അബ്ദുറഹ്മാൻ, സഹീർ, ബുഷറ, തസ്ലിയ, സ്കൂൾ പ്രധാനാധ്യാപകൻ അലി അക്ബർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനോദ് കുമാർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. പഞ്ചായത്ത് അംഗം PV നാസിബുദ്ദീൻ നന്ദിയും പറഞ്ഞു. മാവ്, പ്ലാവ്, റംബൂട്ടാൻ, സപ്പോട്ട എന്നിവയുടെ ഗ്രാഫ്റ്റ് തൈകളാണ് ബ്ലോക്ക് പരിധിയിലെ 35 എയ്ഡഡ് സ്കൂളുകൾക്ക് നൽകിയത്. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. എന്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അയ്യോ സാർ, എനിക്ക് പരിചയമുണ്ടോ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി നടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.